അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: 2024 ജനുവരി 1 മുതൽ എല്ലാ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ബാഗുകളും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് രാജ്യം ഏതാണ്? ഉത്തരം ദുബായ്. 2024 ജനുവരി 1 മുതൽ എല്ലാ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് രാജ്യമാണ് ദുബായ്. അടുത്ത ചോദ്യം ഇതാണ്: 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയുടെ പേര് എന്താണ്? ഉത്തരം PN ഗോപി കൃഷ്ണൻ. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയുടെ പേരാണ് PN ഗോപി കൃഷ്ണൻ. അടുത്ത ചോദ്യം ഇതാണ്: 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുത കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം ഏതാണ്? ഉത്തരം നേപ്പാൾ. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുത കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യമാണ് നേപ്പാൾ. അടുത്ത ചോദ്യം ഇതാണ്: റോഡ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുകയും രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം സോഫ്റ്റ് അഥവാ സേവ് അവർ ഫെല്ലോ ട്രാവലർ, അതുപോലെ തന്നെ സേവ്. റോഡ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുകയും രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ രൂപം നൽകിയ 2 പദ്ധതികളുടെ പേരാണ് സോഫ്റ്റ്, അതുപോലെ തന്നെ സേവ്. അടുത്ത ചോദ്യം ഇതാണ്: VSAT എന്ന നാനോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻ എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണ്? ഉത്തരം തിരുവനന്തപുരം. VSAT എന്ന നാനോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻ എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം ഇതാണ്: തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ്? തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ്? ഉത്തരം K-സ്മാർട്ട്. അടുത്ത ചോദ്യം ഇതാണ്: അടുത്തിടെയായി KSRTC ഇരുചക്ര വാഹനങ്ങളെ ദൂരദേശങ്ങളിൽ എത്തിക്കുവാനായി ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ബൈക്ക് എക്സ്പ്രസ്. അടുത്തിടെ KSRTC ഇരുചക്ര വാഹനങ്ങളെ ദൂരദേശങ്ങളിൽ എത്തിക്കുവാനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബൈക്ക് എക്സ്പ്രസ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം രഘുറാം അയ്യർ. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ഹാലോ ഓർബിറ്റിൽ പ്രവേശിച്ചത് എന്നാണ്? ഉത്തരം 2024 ജനുവരി 6. 2024 ജനുവരി 6 ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ഹാലോ ഓർബിറ്റിൽ പ്രവേശിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്: തുടർച്ചയായ 4ാം തവണയും ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? തുടർച്ചയായ 4ാം തവണയും ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? ഉത്തരം ഷെയ്ഖ് ഹസീന. അടുത്ത ചോദ്യം ഇതാണ്: തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ് 1 മാസം വരെ നീളുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്? ഉത്തരം തോന്നയ്ക്കൽ. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച സെക്യൂർ ആർമി എക്കോസിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച സെക്യൂർ ആർമി മൊബൈൽ ഇക്കോസിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം സംഭവ് അഥവാ സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വെർഷൻ. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച സെക്യൂർ ആർമി മൊബൈൽ ഇക്കോസിസ്റ്റത്തിൻ്റെ പേരാണ് സംഭവ്. അടുത്ത ചോദ്യം ഇതാണ്: 2024 ജനുവരിയിൽ നാവികസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഉത്തരം വൈസ് അഡ്മിറൽ ദിനേശ് K ത്രിപാഠി. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ 206 അടി ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ 206 അടി ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വിജയവാഡ. അടുത്ത ചോദ്യം ഇതാണ്: 2024 ജനുവരിയിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആചരിക്കുന്നത്? 2024 ജനുവരിയിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആചരിക്കുന്നത്?
ഉത്തരം 75. 2024 ജനുവരിയിൽ ഇന്ത്യ 75ാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? ഉത്തരം ഇമാനുവൽ മാക്രോൺ. ഫ്രാൻസ് പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ ആണ് ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. അടുത്ത ചോദ്യം ഇതാണ്: കാർഷിക സാങ്കേതിക മുന്നേറ്റം ലക്ഷ്യം വെച്ച് കേരളം വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറുടെ പേര് എന്താണ്? കാർഷിക സാങ്കേതിക മുന്നേറ്റം ലക്ഷ്യം വെച്ച് കേരളം വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറിന്റെ പേര് എന്താണ്? ഉത്തരം കൈരളി. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം പെഞ്ച് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ദേശീയോദ്യാനമാണ് പെഞ്ച് ടൈഗർ റിസർവ്. അടുത്ത ചോദ്യം ഇതാണ്: 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത മികച്ച സംവിധായകൻ ആരാണ്? 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത മികച്ച സംവിധായകൻ ആരാണ്? ഉത്തരം ക്രിസ്റ്റഫർ നോളൻ. അടുത്ത ചോദ്യം ഇതാണ്: 2024 ജനുവരിയിൽ ഏത് മിസൈലിൻ്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? 2024 ജനുവരിയിൽ ഏത് മിസൈലിൻ്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? ഉത്തരം ആകാശ്. അടുത്ത ചോദ്യം: 2024 ജനുവരിയിലെ ബ്ലൂംബെർഗിൻ്റെ ആഗോള കോടീശ്വര പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ധനികനായ വ്യക്തി ആരാണ്? ഉത്തരം ഗൗതം അദാനി. 2024 ജനുവരിയിലെ ബ്ലൂംബെർഗിൻ്റെ ആഗോള കോടീശ്വര പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെയും ഏഷ്യയിലെയും വെച്ച് ഏറ്റവും ധനികനായ വ്യക്തിയുടെ പേരാണ് ഗൗതം അദാനി. അടുത്ത ചോദ്യം ഇതാണ്: 2023 സ്പോർട്സിലും ഗെയിംസിലും മികച്ച പ്രകടനത്തിനുള്ള അർജുന അവാർഡ് ലഭിച്ച ശീതൾ ദേവി ഏത് കായിക ഇനത്തിലാണ് മികവ് കാട്ടിയത്? ഉത്തരം അമ്പെയ്ത്ത്. അടുത്ത ചോദ്യം ഇതാണ്: നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം ഏതാണ്? നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം ഏതാണ്? ഉത്തരം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. അടുത്ത ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹി ആരാണ്? ഉത്തരം ഷെയ്ഖ് ഹസൻ ഖാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹിയുടെ പേരാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അടുത്ത ചോദ്യം ഇതാണ്: ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പുതിയതായി വന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പുതിയതായി വന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം UAE, ഈജിപ്റ്റ്, സൗദി അറേബ്യ, ഇറാൻ. അടുത്ത ചോദ്യം ഇതാണ്: 2024 ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് നടത്തുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ വെച്ചാണ്? 2024 ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് നടത്തുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം ഇതാണ്: രാജ്യത്തെ 1 കോടി ജനങ്ങളുടെ വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ പദ്ധതി നടപ്പാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. അടുത്ത ചോദ്യം ഇതാണ്: സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം ഇതാണ്: നിലവിൽ മൊത്തം വിപണി മൂല്യത്തിൽ എത്രാമത്തെ വലിയ ഓഹരി വിപണി രാജ്യമായിട്ടാണ് ഇന്ത്യ നിലകൊള്ളുന്നത്? നിലവിൽ മൊത്തം വിപണി മൂല്യത്തിൽ ലോകത്തിൽ വെച്ച് എത്രാമത്തെ വലിയ ഓഹരി വിപണി രാജ്യമായിട്ടാണ് ഇന്ത്യ നിലകൊള്ളുന്നത്? ഉത്തരം 4ാമത്. നിലവിൽ മൊത്തം വിപണി മൂല്യത്തിൽ ലോകത്തിൽ വെച്ച് 4ാമത് വലിയ ഓഹരി വിപണി രാജ്യമായിട്ടാണ് ഇന്ത്യ നിലകൊള്ളുന്നത്.